സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമായി. ഇന്നു മുതൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ 10 കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ ആ ഹിന്ദുത്വ മുൻഗണന വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വർഷം മുസ്ലിം ജനസമൂഹം ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയുടെ ഉത്തോലകം വെച്ചുകൊണ്ട് നമ്മളൊന്ന് അളന്നു നോക്കിയാൽ ഇത്രയും പ്രാകൃതമായ ഒരു നടപടി ചരിത്രത്തിൽ അത്യപൂർവമായില്ലേ കാണുള്ളൂ. സാംസ്കാരിക മൂല്യങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും. ശാസ്ത്രം, സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന പരിവർത്തനങ്ങളുണ്ട്. ആ പരിവർത്തനങ്ങൾ നമ്മളെ പഴയതിൽ നിന്നും വലിയ തോതിൽ പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യബോധത്തിൽ അത് ഗുണപരമായ പരിവർത്തനം ഉണ്ടാകും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഏറ്റവും പ്രാകൃതമായ ശൈലിയാണ് പുനരാവിഷ്കരിച്ചത്. ഒരു ആരാധനാലയം അടിച്ചു പൊളിക്കുക, അതിന് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തും ആളുകളെ കൊണ്ടുപോവുക, അതിൻ്റെ ചിഹ്നങ്ങൾ രൂപീകരിച്ചെടുക്കുക, അതിനെ എതിർക്കുന്നവരെ കൊന്നൊടുക്കുക, അതിലൂടെ ഇതിനെ പിന്തുണയ്ക്കാത്ത എല്ലാവരെയും ശത്രുപക്ഷത്തേക്ക് വയ്ക്കുക. ആ നിലയിൽ മനുഷ്യ പൊതുബോധത്തെ പ്രാകൃതാവസ്ഥയിലേക്ക് ചുരുക്കുക എന്ന പ്രവർത്തനം ഇവിടെ നടത്താൻ ഭരണകൂടം തന്നെ മുൻകൈയെടുത്തു. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുക തന്നെ പോയി ആ അമ്പലം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, എളമരം കരീം, P സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ബിജു, M സ്വരാജ്, PA മുഹമ്മദ് റിയാസ് എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും വൈകിട്ട് പൊതുചർച്ചയും നടന്നു. 2ാം ദിനം പൊതുചർച്ച തുടരും. തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി. 3ാം ദിനം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും. വൈകിട്ട് 4-ന് താനൂർ ഹാർബർ പരിസരത്ത് നിന്ന് ചുവപ്പ് വളണ്ടിയർ മാർച്ചും താനൂർ ബീച്ച് റോഡ് ഗ്രൗണ്ടിൽ നിന്നും പ്രകടനവും ആരംഭിക്കും. വൈകിട്ട് 5:30 സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.